എന്താ ജോലി പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ. ഒന്നുമില്ലേ? ഇല്ല സർ. കസ്റ്റമേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് ബഹളമൊന്നും ഉണ്ടായില്ല? ഇല്ല സർ. വേറെ പുറത്തു നിന്നോ സ്റ്റാഫിന്റെ ഇടന്ന് ഒരു പ്രശ്നം? നോ സർ. ഇപ്പൊ മെയ് മാസത്തിൽ പോയ കസ്റ്റമർ അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേന്റെ എല്ലാം തുറന്ന സമയത്ത് അതിനകത്ത് പുഴുകൂടി. ഒരു കുരിശ് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്ന് വിചാരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു വേറൊരു കുരിശ്. അവരുടെ വൃത്തിയൊന്നും നിങ്ങൾ നേരിട്ട് കണ്ടോണേ. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. എന്തോന്നാടാ അത്? ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. ഒരു ബ്രീത്ത് സ്പേസ് ആണോ? ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, പുഴു തന്നെയാണ്. ഒന്ന് പതുക്കെ പറഞ്ഞു പറഞ്ഞ് തെളിവുണ്ടാക്കല്ലേ. ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര് ഓഹോ ഞാനെങ്ങും കണ്ടിട്ടില്ലേ. അത് പുഴു തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സാർ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. മൃണാലിന്റെ ഭാഗത്തുനിന്ന് ഹൈജീനെ കുറിച്ച് പറയുന്ന, ഹോട്ടലിലെ വൃത്തിയെ കുറിച്ച് സംസാരിച്ച, കത്തുമ്പം തന്നെ വാഴ വെട്ടണം കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് ഇത് ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വിധി കൽപ്പിക്കരുത്. സി, ഈ വാഴേന്റെ ഇല ചൂടാക്കിയിട്ടല്ലേ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ ആ ടൈമിൽ എങ്ങനെ പുഴു അതിൽ വന്നിരിക്കുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് എനിക്ക് അതൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും ചിലർ പറഞ്ഞു ഇടയിൽ ഫുള്ളായിട്ട് കരിയിച്ച് കളയൊന്നുമില്ല, അല്ല ജസ്റ്റ് ചൂടാക്കുകയുള്ളൂ. പുഴു ചിലപ്പോൾ അതിന്റെ സൈഡിലോ അല്ലെങ്കിൽ അറ്റത്തെവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്നതായിരിക്കണം എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. ഒരു വാഴേന്റെ ഇലയിൽ നിങ്ങൾ പുഴു ആവാനേ ചാൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് തിന്നാനല്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ഹൈജീൻ മെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാഴേന്റെ ഇലയിൽ പുഴു വരാം, പച്ചക്കറിയിൽ പുഴു വരാം. അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. മനസ്സിലായോ? കുക്ക്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പുഴുപ്പെടാം. പക്ഷെ ഇത് എത്ര പുഴുവാ? അതൊന്നും കുഴപ്പമില്ലെന്നേ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇവൻ നന്നാവൂലമ്മേ. പക്ഷെ എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇയാളുടെ ഈ ആറ്റിറ്റ്യൂഡും ഇയാളുടെ സംസാരവുമാണ് ഈ കോൺസെപ്റ്റിന് ഏറ്റവും വലിയ ഉൾട്ടടിച്ച് നിൽക്കുന്നത്. ആദ്യം സരോജ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. കൊച്ചിലെ മോൽ അങ്ങനെ ശീലിച്ചു പോയി, എന്നാ ചെയ്യും? ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് ഓക്കെ കോൺസെപ്റ്റ് ആണ്. ഇനിയും കഥ തുടരും.